Copyright disclaimer under Section 107 of the Copyright Act 1976. Allowance is made for fair use for purposes such as criticism, comment, news reporting, scholarship, and research. Fair use is a use permitted by copyright statute that might otherwise be infringing. Non-profit, educational, or personal use tips the balance in favor of fair use. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നിക്സ് ഇലാബറേഷൻ എന്ന് പറയുന്ന ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ കോർഡിൻ ഹാർഡി സംവിധാനം ചെയ്ത വിസിൽ എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പോൾ നമുക്ക് ആ മൂവിയുടെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. പെല്ലിംഗ്ടൺ ഹൈസ്കൂളിൽ ഒരു ബാസ്കറ്റ്ബോൾ കളി സജീവമായി നടക്കുന്നു. ഒരു ടൈം ഔട്ടിൽ കോച്ച് തന്റെ സ്റ്റാർ കളിക്കാരായ ഹോഴ്സ് എന്നും അറിയപ്പെടുന്ന മെയ്സൺ, ഡീൻ എന്നിവരോട് വിജയം എങ്ങനെ ഉറപ്പാക്കാമെന്ന് നിർദ്ദേശിക്കുന്നു. കളി പുനരാരംഭിക്കുമ്പോൾ മെയ്സൺ തന്റെ ടീമിനായി നിരവധി നിർണായക പോയിന്റുകൾ നേടുന്നു. പെട്ടെന്ന് ആരോ തന്നെ നിരീക്ഷിക്കുന്നതായി അയാൾക്ക് തോന്നുന്നു. ഡീൻ തന്റെ പേരുവിളിച്ച് മെയ്സനെ വിചിത്രമായ മയക്കത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ക്ലോക്ക് ട്രിക്ക് ചെയ്യുന്നതിനിടയിൽ ടീം അവസാന ഗെയിം വിജയ ഷോട്ട് എടുക്കാൻ മെയ്സണിലേക്ക് നോക്കുന്നു. അവൻ വെടിയുതിർക്കുമ്പോൾ അയാൾ പൊള്ളലേറ്റയാളെ കാണുന്നു. തുടർന്ന് അയാൾക്കു നേരെ കൈനീട്ടുന്നു. പന്ത് വലയിലൂടെ പായുന്നു. ജനക്കൂട്ടം ആർപ്പു വിളിക്കുന്നു. പൊള്ളലേറ്റയാൾ അപ്രത്യക്ഷമാകുന്നു. നിമിഷങ്ങൾക്ക് ശേഷം മെയ്സൺ തന്റെ ലോക്കറിലേക്ക് ഓടുന്നു. രോമാഞ്ചം വരുത്തി അത് തുറക്കുമ്പോൾ അവന്റെ തൊലിയിൽ കുത്തുന്നു. അവൻ പുരാതന കലശം പുറത്തെടുക്കുന്നു. പൊള്ളലേറ്റയാൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അവന്റെ അടുത്തേക്ക് നീങ്ങുന്നു. പരിഭ്രാന്തരായി മെയ്സൺ ഒരു കെറ്റിൽ ബെൽ പിടിച്ച് കലശം തകർക്കുന്നു. കാലടികൾ നിലച്ചു. താമസിയാതെ വിജയിച്ച ഷോട്ടിന് അഭിനന്ദിക്കാൻ സഹതാരങ്ങൾ ചുറ്റും കൂടി. പിന്നീട് മെയ്സൺ ഷവറിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. സമാധാനപരമായൊരു നിമിഷമായി തുടങ്ങുന്നത് പെട്ടെന്ന് ഭയാനകമായി മാറുന്നു. ഇത്തവണ ആ രൂപം അയാളെ തീകൊളുത്തുന്നു. തന്റെ ഉറ്റ സുഹൃത്ത് കത്തിക്കരിഞ്ഞ് നിലത്തു വീഴുന്നത് ഡീൻ ഞെട്ടലോടെ നോക്കി നിൽക്കുന്നു. 6 മാസത്തിനു ശേഷം ദാരുണമായൊരു കാർ അപകടത്തിൽ പിതാവിനെ നഷ്ടപ്പെട്ട ക്രിസ് ചിക്കാഗോയിൽ നിന്ന് പെല്ലിംഗ്ടൺ പട്ടണത്തിലേക്ക് താമസം മാറുന്നു. അങ്ങനെ അവൾ അമ്മാവനും കസിൻ റെല്ലിനുമൊപ്പം താമസിക്കാൻ തുടങ്ങുന്നു. പട്ടണത്തിലേക്കുള്ള യാത്രയിൽ വാരാന്ത്യങ്ങളിൽ റെൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റീൽ ഫാക്ടറിയും സമീപത്തൊരു പള്ളിയും അവൾ കാണുന്നു. ഏകദേശം 1 മണിക്കൂറിനു ശേഷം അവൾ വീട്ടിലെത്തുന്നു. റെൽ അവളെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവളെ അല്പം ഞെട്ടിക്കുന്നു. പാക്ക് കഴിക്കാൻ സഹായിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. അവളുടെ വിനൈൽ റെക്കോർഡുകൾ കാണുമ്പോൾ പഴയ രീതിയിലുള്ളതിന് അവൻ അവളെ കളിയാക്കുന്നു. താമസിയാതെ പെല്ലിംഗ്ടൺ ഹൈസ്കൂളിലെ ആദ്യ ദിവസത്തിനായി തയ്യാറെടുക്കാൻ അദ്ദേഹം ക്രിസിനെ ഓർമ്മിപ്പിക്കുന്നു. സ്കൂളിൽ വിദ്യാർത്ഥികൾ ക്രിസിനെ തുറച്ചുനോക്കുമ്പോൾ റെൽ തന്റെ റിവെഞ്ചർ കോമിക്സ് എടുക്കുന്നു. ഗ്രീസിൽ തുടങ്ങി ജനപ്രിയ ക്ലിക്കുകളിലേക്ക് റെൽ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങുന്നു. എന്നിരുന്നാലും ക്രിസിന്റെ ശ്രദ്ധ ഗ്രീസിന്റെ ശാന്ത സുഹൃത്തിലേക്ക് മാറുന്നു. അവളെ റെൽ എല്ലി എന്ന് പരിചയപ്പെടുത്തുന്നു. കൗതുകകരമായി ക്രിസ് ഹോഴ്സ് ആരാണെന്ന് ചോദിക്കുന്നു. അത് മെയ്സിന്റെ വിളിപ്പേരാണെന്നും അടുത്തിടെ പനി ബാധിച്ച് മരിച്ചൊരു വിദ്യാർത്ഥിയാണെന്നും റെൽ അവളോട് പറയുന്നു. അപ്പോഴാണ് മെയ്സിന്റെ സുഹൃത്തുക്കളായ ഡീനും ടാനറും ക്രിസിനെ സമീപിച്ച് അവൾക്ക് ആ ലോക്കർ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത്. തനിക്ക് ഏൽപ്പിച്ച ലോക്കറാണിതെന്ന് അവൾ വാദിക്കുന്നു. ഗ്രീസ് ഇടപെട്ട് ഡീനിനോട് ഒരു രംഗവും ഉണ്ടാക്കരുതെന്ന് പറയുന്നു. ഗ്രേസിനെ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് റെൽ അവളുടെ മുടിയെ അഭിനന്ദിക്കുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസിനെക്കുറിച്ച് ചോദിക്കുന്നു. അവൾ അവന്റെ കസിനാണെന്ന് അവൻ വിശദീകരിക്കുന്നു. ഡീൻ പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസാണോ പുതിയ പെൺകുട്ടിയെന്ന് ചോദിക്കുന്നു. അവൾ അടുത്തിടെ പുനരധിവാസത്തിൽ നിന്ന് പുറത്തിറങ്ങിയതായും അവളുടെ പിതാവിനെപ്പോലും കൊന്നതായും ഒരു കിംവദന്തി കേട്ടതായി അയാൾ അവകാശപ്പെടുന്നു. മടുത്ത ക്രിസ് അവന്റെ കാലുകൾക്കിടയിൽ ചവിട്ടുന്നു. നിർഭാഗ്യവശാൽ അവരുടെ ചരിത്ര അധ്യാപകനായ മിസ്റ്റർ ക്രേവൻ ബഹളം പിടിച്ച് 4 പേരെയും തടങ്കലിൽ വയ്ക്കുന്നു. ക്രിസ് ഒരു തെറ്റും ചെയ്തില്ലെന്ന് എല്ലി തറപ്പിച്ചു പറയുന്നു. ക്രേവൻ എല്ലാം കണ്ടതായും കള്ളം പറഞ്ഞതിന് എല്ലിയെയും തടങ്കലിൽ വയ്ക്കുന്നു എന്നും പറയുന്നു. നിമിഷങ്ങൾക്ക് ശേഷം മണിമുഴങ്ങുന്നു. ഡീനിന്റെ പെരുമാറ്റത്തിന് എല്ലി ക്ഷമാപണമർപ്പിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ക്രിസ് നിരസിക്കുന്നു. തുടർന്ന് ക്രിസ് തന്റെ ലോക്കറിനുള്ളിൽ ഒരു പുരാതന രൂപമുള്ള ഒരു കലശം കാണുന്നു. കൗതുകത്തോടെ അവൾ അത് പുറത്തെടുത്ത് അത് തുറക്കുന്നു. ഉള്ളിൽ ഒരു തലയോട്ടി കൊത്തിയെടുത്ത വിസിൽ കണ്ടെത്തുന്നു. അവളത് ചുണ്ടിലേക്കുയർത്തി അതിലേക്ക് ഊതാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവൾ വീണ്ടും മണിമുഴങ്ങുന്നത് കേൾക്കുന്നു. അവൾ തടങ്കലിലേക്ക് പോകുന്നു. ഞങ്ങളോടൊപ്പം ചേരുന്നതിൽ സന്തോഷം. ക്രിസാന്തം.
അവളുടെ മുഴുവൻ പേരുപയോഗിക്കുന്നത് കണ്ട് ഡീൻ പുഞ്ചിരിക്കുന്നു. ക്രിസ് തന്റെ ബാഗ് താഴെ വയ്ക്കുമ്പോൾ വിസിൽ പുറത്തേക്കൊഴുകി മേശപ്പുറത്ത് ഇടിമുഴക്കം മുഴക്കുന്നു. സ്കൂൾ ക്യാമ്പസിൽ മയക്കുമരുന്ന് പൈപ്പുകൾ അനുവദിക്കുമോ എന്ന് ഡീൻ ഉടൻ തന്നെ മിസ്റ്റർ ക്രേവിനോട് ചോദിക്കുന്നു. അത് പൈപ്പല്ലെന്ന് ക്രിസ് പെട്ടെന്ന് വ്യക്തമാക്കുന്നു. ആംഗ്യങ്ങളോടെ തന്റെ ലോക്കറിൽ കണ്ടെത്തിയതായി വിശദീകരിക്കുന്നു. വസ്തുവിനെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ക്രേവൻ ശ്രദ്ധിക്കുന്നു, കുത്തുപണികൾ ആദ്യകാല മായൻ ലിപി അല്ലെങ്കിൽ ഒരുപക്ഷേ ഓൾമെക്ക് പോലെയാണെന്ന്. കാബ എന്നാൽ എന്തിനെയോ വിളിച്ചു പറയുകയാണെന്ന് അർത്ഥമാക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. തുടർന്ന് അയാൾക്ക് മറ്റൊരു വാക്ക് ലഭിക്കുന്നു, പിക്വേസൺ. അതയാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഗ്രേസ് പെട്ടെന്നത് തന്റെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് അത് സമ്മൺ ദി ഡെഡ് എന്നാണ് വിവർത്തനം ചെയ്യുന്നതെന്ന് പ്രഖ്യാപിക്കുന്നു. ക്രിസ് വിസിലിനായി എത്തുമ്പോൾ ക്രേവൻ അത് വേഗത്തിൽ വലിച്ചെടുക്കുന്നു. അത് സൂക്ഷിക്കുമെന്ന് പറഞ്ഞു, അതിന് ചരിത്രപരമായ മൂല്യമുണ്ടാകാം. അവൻ നേരത്തെ തടങ്കലിൽ വയ്ക്കുന്നത് നിരസിക്കുന്നു. താമസിയാതെ ഗ്രേസ് എല്ലാവരെയും ഒരു പൂൾ പാർട്ടിക്കായി അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. റെൽ ഗ്രേസിനെ തുറിച്ചു നോക്കുന്നത് ശ്രദ്ധിച്ച അവൾ കളിയായി ചോദിക്കുന്നു, അയാൾക്ക് അവളിൽ ഒരു പ്രണയമുണ്ടോ എന്ന്. റെൽ തലയാട്ടുന്നു. അതേസമയം വിസിൽ ഏകദേശം $35,000 വില വരുമെന്ന് ക്രേവൻ കണ്ടെത്തുന്നു. അതിന്റെ അവസ്ഥ പരിശോധിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം വിസിൽ മുഴക്കുന്നു. അത് പ്രവർത്തിക്കുന്നതിൽ സംതൃപ്തനായി അദ്ദേഹം അത് നല്ല നിലയിലാണെന്ന് മാർക്ക് ചെയ്യുന്നു. സ്കൂളിന് പുറത്ത് റെൽ ക്രിസിനോട് ഡീനിന് തന്റെ അച്ഛനെ വളർത്താൻ അവകാശമില്ലെന്ന് പറയുന്നു. അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ക്രിസ് അത് അവഗണിക്കുന്നു. ഒരു നിമിഷത്തിനു ശേഷം തന്റെ കോമിക് പുസ്തകം ക്ലാസ് മുറിയിൽ ഉപേക്ഷിച്ചതായി റെൽ മനസ്സിലാക്കുകയും അതെടുക്കാൻ തിരികെ ഓടുകയും ചെയ്യുന്നു. മിസ്റ്റർ ക്രേവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അയാൾ കാണുന്നു. തീരം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ റെൽ ഒഴിഞ്ഞു നോക്കി തന്റെ കോമിക് എടുത്ത് ടീച്ചറുടെ ലാപ്ടോപ്പ് തുറന്നിരിക്കുന്നത് കാണുന്നു. പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ക്രിസിനെ സമീപിച്ച് റോഡരികിൽ സെന്റ് മാർക്സ് പള്ളിയിൽ നിന്നുള്ള ഒരു യുവ പാസ്റ്ററായ നോഹ എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. അവൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നയാൾ ചോദിക്കുന്നു. ക്രിസ് അവനോട് അവൾക്ക് മതത്തിൽ താൽപ്പര്യമില്ലെന്ന് പറയുന്നു. തുടർന്ന് നോഹ അവളെ തന്റെ പള്ളിയിൽ പോയി പുതിയ ആളുകളെ കാണാനും നല്ല സമയം അനുഭവിക്കാനും ക്ഷണിക്കുന്നു. അയാൾ മയക്കുമരുന്ന് വലിച്ചെടുക്കുന്നു. സ്വാഗത സമ്മാനമായി അവ വാഗ്ദാനം ചെയ്യുന്നു. റെൽ പെട്ടെന്നിടപെട്ട് നോഹയോട് അവളിൽ നിന്ന് പിന്മാറാൻ പറയുന്നു. ക്രിസ് നോഹയോട് നിർത്താൻ ഉറച്ചു പറയുന്നു. ദൈവത്തിന് എല്ലാവർക്കും ഒരു ഉദ്ദേശമുണ്ട്, ആവശ്യമുള്ളവരെ മാത്രമേ താൻ സഹായിക്കൂ എന്നും അദ്ദേഹം ശാന്തമായി മറുപടി നൽകുന്നു. മാതാപിതാക്കൾ കുട്ടികളെ തന്റെ പള്ളിയിലേക്ക് അയക്കുന്നു. അയാൾ കുട്ടികൾക്ക് മയക്കുമരുന്ന് വിൽക്കുന്നു. അവരിൽ ഒരാൾ 1 വർഷം മുമ്പ് അമിതമായി കഴിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ആ രാത്രിയിൽ ക്രേവൻ ഓൺലൈനിൽ അവധിക്കാല പാക്കേജുകൾ ബ്രൗസ് ചെയ്യുന്നു. എന്നിരുന്നാലും വിസിൽ പരിശോധിക്കാൻ അദ്ദേഹം കലശം തുറക്കുമ്പോൾ അത് പോയി എന്നയാൾ മനസ്സിലാക്കുന്നു. വിസിൽ കാണാത്തതിനെക്കുറിച്ച് ക്ലീനർ ചാറിക്ക് എന്തെങ്കിലും അറിയുമെന്ന് കരുതുന്നു ക്രേവൻ. അതിനാൽ അയാൾ അവനെ വിളിച്ചു പറയുന്നു. ഇടനാഴിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ വിളറിയ രോഗബാധിതനായ ഒരു മനുഷ്യൻ സമീപത്ത് നിൽക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. സ്കൂൾ അടച്ചിരിക്കുകയാണെന്നും താൻ അതിക്രമിച്ചു കയറുകയാണെന്നും ക്രെവൻ പറയുന്നു. പെട്ടെന്ന് ചാർലി ക്രെവന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവനെ ഞെട്ടിച്ചു. ഇപ്പോഴും ഞെട്ടി കുറച്ചുനേരം കിടന്നുറങ്ങണമെന്ന് ക്രെവൻ മന്ത്രിക്കുന്നു. മിസ്റ്റർ ക്രെവൻ, നിങ്ങളുടെ രഹസ്യം എന്റെ വക്കൽ സുരക്ഷിതമാണ്. ക്രെവൻ ആശയക്കുഴപ്പത്തിലായപ്പോൾ ചാർലി പുകവലിക്കുന്ന ഒരു ആംഗ്യം കാണിച്ചു. ക്രെവൻ തന്റെ ക്ലാസ് മുറിയിലേക്ക് മടങ്ങുമ്പോൾ അകത്ത് തന്നെ കാത്തിരിക്കുന്ന രോഗിയായ മനുഷ്യനെ കാണുന്നു. പെട്ടെന്ന് ക്രെവൻ ശബ്ദമായി ചുമയ്ക്കാൻ തുടങ്ങുന്നു. അവന്റെ ശ്വാസകോശം പരാജയപ്പെടാൻ തുടങ്ങുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ കുഴഞ്ഞു വീണു മരിക്കുന്നു. അതേസമയം പൂൾ പാർട്ടിക്കായി റെല്ലും ക്രിസും ഗ്രേസിന്റെ വീട്ടിലെത്തുന്നു. തുടർന്ന് റെൽ എല്ലാവരെയും വിസിൽ കാണിക്കുന്നു. ഡീൻ തമാശയായി മുത്തച്ഛനെ വിളിക്കാൻ നിർദ്ദേശിക്കുന്നു. പക്ഷെ ഗ്രേസ് പെട്ടെന്ന് തന്റെ മുത്തച്ഛൻ ഇതുവരെ മരിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തുടർന്ന് തന്റെ ചെറിയ സഹോദരൻ ടിമ്മി സമീപത്ത് ചുറ്റിത്തിരിയുന്നത് അവൾ ശ്രദ്ധിക്കുകയും അവനോട് അവന്റെ മുറിയിലേക്ക് മടങ്ങാൻ ഉറച്ചു പറയുകയും ചെയ്യുന്നു. വിസിൽ പരിശോധിച്ച ഗ്രേസ് അതിന്റെ സങ്കീർണമായ രൂപകൽപ്പനയെ അഭിനന്ദിക്കുകയും അതിനെ മനോഹരമെന്ന് വിളിക്കുകയും ചെയ്യുന്നു. അടിയന്തര ചികിത്സയിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന എല്ലി മരണം മനോഹരമല്ലെന്ന് നിശബ്ദമായി പറയുന്നു. ഡീൻ തന്റെ കാമുകിയെ വിസിൽ മുഴക്കാൻ ധൈര്യപ്പെടുത്തുന്നു. മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും തനിക്ക് പങ്കില്ലെന്ന് ക്രിസ് വ്യക്തമാക്കുന്നു. എല്ലി അവളോട് പോകേണ്ടതില്ലെന്ന് സൗമ്യമായി പറയുന്നു. ഒടുവിൽ ഗ്രേസ് വിസിൽ ഉയർത്തി അതിലൂതി. 10 സെക്കൻഡുകൾക്ക് ശേഷം ഡീൻ പെട്ടെന്ന് ചോദിക്കുന്നു, മറ്റാരെങ്കിലും അത് കേൾക്കുന്നില്ലേ എന്ന്.
ക്രിസ് അവളോട് വിട പറഞ്ഞു പോകാൻ തുടങ്ങുന്നു. പക്ഷെ എല്ലി അവളെ നിർത്തി അടുത്ത ദിവസം പ്രാദേശിക വിളവെടുപ്പ് ഉത്സവത്തിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ് ഒരു നിമിഷം മടിക്കുന്നു, തുടർന്ന് പുഞ്ചിരിക്കുന്നു. അപ്പോൾ റെൽ ഓടിച്ചെന്ന് എല്ലിയുടെ ഡയവേമിക് പ്രമേഹ ഇൻസുലിൻ സഞ്ചി വലിച്ചെറിയുന്നു. എല്ലി അവനോട് നന്ദി പറയുന്നു. തുടർന്ന് ക്രിസിനോട് അവൾ ആശുപത്രി ഷിഫ്റ്റിന് വൈകിയെന്ന് വിശദീകരിക്കുന്നു. പോകുന്നതിന് മുമ്പ് ഉത്സവത്തെക്കുറിച്ച് തനിക്ക് സന്ദേശമയക്കാൻ അവൾ ക്രിസിനോട് ആവശ്യപ്പെടുന്നു. റെല്ലിൽ നിന്ന് അവളുടെ നമ്പർ വാങ്ങാൻ പറയുന്നു. പിന്നെ ക്രിസ് എല്ലിയോട് റെല്ലിനോട് ചോദിക്കുന്നു. അവൾക്കറിയില്ലെന്ന് റെൽ സമ്മതിക്കുന്നു. ആ രാത്രിയിൽ ക്രിസ് അവളുടെ കട്ടിലിൽ കിടന്ന് എല്ലിക്കൊരു സന്ദേശം ടൈപ്പ് ചെയ്യുന്നു. അവളതില്ലാതാക്കുന്നു, വീണ്ടും എഴുതുന്നു, വീണ്ടും ഇല്ലാതാക്കുന്നു. അവൾ ഫോണിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആരോ തന്നെ നിരീക്ഷിക്കുന്നതായി അവൾക്ക് തോന്നുന്നു. അവൾ ജനാലയിലേക്ക് നോക്കുന്നു. വാതിൽ പെട്ടെന്ന് ഒരു മുട്ടും കൂടാതെ തുറക്കുന്നു. റെൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു. പിന്നെ താൻ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അവസാന ടെക്സ്റ്റ് അബദ്ധവശാൽ അയച്ചത് അവൾക്ക് ഭയങ്കരമായി തോന്നുന്നു. ഷെപ്പനി വരുന്നു. പക്ഷെ റെൽ അവളോട് ശാന്തയാകാൻ പറയുകയും എല്ലിക്ക് സ്വയം ഒരു മറുപടി അയക്കുകയും ചെയ്യുന്നു. അതേസമയം പൂളിന് സമീപം ഗ്രേസ് തന്റെ ഗൃഹതാടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് സമീപത്ത് നേരിയ ശ്വാസം മുട്ടൽ കേൾക്കാൻ തുടങ്ങി. തന്റെ ഇളയ സഹോദരനാണെന്ന് കരുതി ശബ്ദം തുടരുന്നതുവരെ അവൾ അത് അവഗണിക്കുന്നു. അസ്വസ്ഥത തോന്നിയവൾ കുളത്തിൽ നിന്നിറങ്ങി അന്വേഷിക്കാൻ ഇറങ്ങി. പെട്ടെന്ന് ആരോ തന്റെ പിന്നിൽ ഓടുന്നത് കേട്ട് അവൾ തിരിഞ്ഞു. അപ്പോഴാണ് ഒരു കൈ അവളുടെ കവിളിൽ മൃദുവായി സ്പർശിക്കുന്നത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ടിമ്മി അവിടെ നിൽക്കുന്നത് കാണുന്നു. അവരുടെ അമ്മ തന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ ശാന്തമായി അവളോട് പറയുന്നു. പിറ്റേന്ന് രാവിലെ റേലും ക്രിസും സ്കൂൾ അസംബ്ലിയിൽ മറ്റുള്ളവരോടൊപ്പം ചേരുന്നു. മിസ്റ്റർ ക്രെവൻ സ്റ്റേജ് 4 ശ്വാസകോശ അർബുദം ബാധിച്ചതിനാൽ കഴിഞ്ഞ രാത്രി മരിച്ചുവെന്ന് എല്ലി നിശബ്ദമായി അവരോട് പറയുന്നു. തലേദിവസം അദ്ദേഹം കാലിൽ നിന്നത് ഒരു അത്ഭുതമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിന്നീട് എല്ലിക്ക് നിരവധി സീറ്റുകൾക്ക് മുന്നിൽ ഒരു ഹുഡഡ് രൂപം കാണുന്നു. ഒരപസ്മാരം പോലെ തോന്നുന്നു. ആ രൂപം പതുക്കെ അവളുടെ നേരെ തിരിയുകയും അവളുടെ പേരുച്ചരിക്കുകയും ചെയ്യുന്നു. ഗ്രേസ് വിസിൽ ക്രിസിന് തിരികെ നൽകുകയും ചെയ്യുന്നു. ഇനി അത് വേണ്ടെന്ന് പറയുന്നു. മേസന്റെ കുടുംബത്തിനത് തിരികെ കൊടുക്കണമെന്ന് ക്രിസ് നിർദ്ദേശിക്കുന്നു. അതിനാൽ ക്രിസും എല്ലിയും മേസന്റെ വീട്ടിലേക്ക് പോകുന്നു. വഴിയിൽ ക്രിസിന്റെ ടാറ്റൂകൾ എല്ലി ശ്രദ്ധിക്കുകയും അവ എന്തിനാണ് മറയ്ക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അത് വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ് അത് തള്ളിക്കളയുന്നു. ആദ്യം എന്ത് ടാറ്റു ചെയ്യണമെന്ന് താൻ എങ്ങനെ തീരുമാനിക്കുമെന്ന് എല്ലി സൗമ്യമായി ചോദിക്കുന്നു. ജീവിതകാലം മുഴുവൻ നിങ്ങളെ മുറിവേൽപ്പിക്കാൻ അനുവദിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്തും. ക്രിസ് വാതിലിൽ മുട്ടുന്നു. അത് പതുക്കെ തുറക്കുന്നു. അവരകത്തേക്ക് കയറി. നിമിഷങ്ങൾക്കു ശേഷം മേസന്റെ മുത്തശ്ശി ഐവി താഴേക്ക് വരുന്നു. ഈ വീട്ടിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ പിറുപിറുക്കുന്നു. പക്ഷെ ബാങ്ക് അവളെ അറിയിച്ചു അതിനി അവളുടേതല്ല. തുടർന്ന് ലോകമെമ്പാടും നിന്ന് ശേഖരിച്ച വിചിത്രവും നിഗൂഢവുമായ വസ്തുക്കൾ നിറഞ്ഞ ഒരു മുറിയിലേക്ക് ഐവി അവരെ കൊണ്ടുപോകുന്നു. മരണത്തെ ഓർമ്മിപ്പിക്കുന്ന മെമന്റോ മോറി എന്ന നിലയിലാണ് താൻ അവ ശേഖരിക്കുന്നതെന്ന് അവൾ വിശദീകരിക്കുന്നു. മേസന്റെ ലോക്കറിൽ നിന്ന് വിസിൽ കണ്ടെത്തിയതായി വിശദീകരിക്കുന്ന ക്രിസ് വിസിൽ തന്റെ ശേഖരത്തിൽ പെട്ടതാണോ എന്ന് ചോദിക്കുന്നു. ഐവി തലയാടി വിസിൽ കണ്ടെത്തിയില്ലെന്ന് പറയുന്നു. മകളെയും ചെറുമകനെയും കണ്ടെത്തിയതുപോലെ വിസിലും അവളെ കണ്ടെത്തി. വിസിൽ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ക്രിസ് ചോദിക്കുന്നു. കരച്ചിൽ എന്നർത്ഥം വരുന്ന ഇഞ്ചോക്ക എന്നാണ് ഇതിനെ വിളിക്കുന്നതെന്ന് ഐവി വിശദീകരിക്കുന്നു. കൊള്ളയടിക്കപ്പെട്ട ഒരു ജനതയിൽ നിന്നെടുത്ത ഒരു മോഷ്ടിച്ച അവശിഷ്ടമാണിത്. മരിച്ചവരെ വിളിച്ചുണർത്തുക എന്നാണ് അവരാ കൊത്തുപണി വിവർത്തനം ചെയ്തതെന്ന് ക്രിസ് പറയുന്നു. നിങ്ങളുടെ മരണത്തെ വിളിച്ചുണർത്തുക എന്ന് ഐവി അവളെ സൗമ്യമായി തിരുത്തുന്നു. ഒരു വ്യക്തി ജനിക്കുന്ന നിമിഷം മുതൽ അവരുടെ മരണം അവരോടൊപ്പം ജനിക്കുന്നു എന്നവൾ വിശദീകരിക്കുന്നു. ആ ദിവസം മുതൽ അതവരെ തിരയുന്നു. 90 വയസ്സിൽ മരിക്കാൻ വിധിക്കപ്പെട്ട ഒരാളുണ്ടെങ്കിൽ മരണം അവരെ കണ്ടെത്താൻ 90 വർഷമെടുക്കും. എന്നാൽ അവർ വിസിലിന്റെ നിലവിളി കേട്ടാൽ ഇഞ്ചോക്കയുടെ വിളി മരണത്തെ നേരിട്ട് അവരിലേക്ക് നയിക്കുന്നു. വിധി ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ നേരത്തെ. ക്രിസ് ഞെട്ടിപ്പോയി. മരണം എങ്ങനെയിരിക്കുമെന്ന് ചോദിക്കുന്നു. നിങ്ങളെപ്പോലെ ഐരി മറുപടി നൽകുന്നു. നിങ്ങളുടെ അവസാന ശ്വാസത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കുമായിരുന്നു എന്നതു മാറുന്നു. ക്രിസ് കഠിനമായി വിഴുങ്ങി ചോദിക്കുന്നു. ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഐവി അവളോട് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ജനിക്കാൻ പാടില്ലായിരുന്നു. പുറത്ത് ഐവി വളരെയധികം മരുന്ന് കഴിച്ചിട്ടുണ്ടെന്നും അടുത്തിടെ മേസനെ നഷ്ടപ്പെട്ടുവെന്നും എല്ലി ക്രിസിനോട് പറയുന്നു. ദുഃഖം യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കും എന്ന് ശ്രദ്ധിക്കുന്നു. ഒരു ഭാവി ഡോക്ടർ എന്ന നിലയിൽ ഐവി പറയുന്നതിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്ന് അവൾ കൂട്ടിച്ചേർക്കുന്നു.
ക്രിസ് തലയാടുന്നു. തുടർന്ന് എല്ലിയോട് ചോദിക്കുന്നു, മേസൻ ചെയ്തതുപോലെ മിസ്റ്റർ ക്രെവൻ വിസിൽ ഉപയോഗിച്ചിരിക്കാമെന്ന് അവൾ കരുതുന്നുണ്ടോ എന്ന്. ഒരുപക്ഷേ അവരുടെ ഫയലുകൾ ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലായിരിക്കും. പിന്നീട് ആശുപത്രിയുടെ മെഡിക്കൽ റെക്കോർഡ്സ് മുറിക്കുള്ളിൽ മേസന്റെ മരണത്തെക്കുറിച്ച് എന്തോ തനിക്കൊരിക്കലും അർത്ഥവത്തായി തോന്നിയില്ലെന്ന് എല്ലി സമ്മതിക്കുന്നു. ഒരു ഷവർ ക്യൂബിക്കിളിനുള്ളിൽ അയാൾക്ക് തീ പിടിച്ചതായി പറയപ്പെടുന്നു. സ്കൂൾ അധികൃതർ അത് ഗ്യാസ് ചോർച്ചയാണെന്ന് ആരോപിച്ചു. പക്ഷേ അയാളുടെ ശരീരം വളരെ മോശമായി കത്തിക്കരിഞ്ഞതിനാൽ ദന്തരേഖകൾ ഉപയോഗിച്ച് തിരിച്ചറിയേണ്ടി വന്നു. പെട്ടെന്ന് ഒരു ഡോക്ടർ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. 2 പെൺകുട്ടികൾ ഒരു ഷെൽഫിന് പിന്നിൽ ഒളിക്കാൻ ശ്രമിക്കുന്നു. ക്രിസ് മേസന്റെ ദന്തരേഖ കൈക്കലാക്കുന്നു. തുടർന്ന് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു എന്ന് ചോദിക്കുന്നു. 17 വയസ്സ്, ക്രെയിൻ. എല്ലി മറുപടി നൽകുന്നു. ക്രിസ് കൊറോണറുടെ റിപ്പോർട്ട് സ്കാൻ ചെയ്യുകയും അസ്ഥി സാന്ദ്രതയും ഘടനാ വിശകലനവും 40 വയസ്സിന്റെ അവസാനത്തിലുള്ള ഒരാളെ സൂചിപ്പിക്കുന്നതായി ശ്രദ്ധിക്കുന്നു. ക്രിസ് ഐവിയുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. നിങ്ങളുടെ അവസാന ശ്വാസത്തിൽ നിങ്ങൾ എന്തായിരിക്കുമോ അത് നിങ്ങളായിത്തീരും. എല്ലി അതൊരുമിച്ചു ചേർക്കുന്നു. 40 വയസ്സിന്റെ അവസാനത്തിൽ മേസൻ മരിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ വിസിൽ കാരണം അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തെ നേരത്തെ കണ്ടെത്തി. ശ്വാസകോശാർബുദം ബാധിച്ചു മരിക്കാൻ വിധിക്കപ്പെട്ട ക്രെയിനിനും ഇതുതന്നെ സംഭവിച്ചിരിക്കണം. അപകടം മനസ്സിലാക്കിയവർ മറ്റുള്ളവരെ മുന്നറിയിപ്പ് നൽകാൻ ഓടുന്നു. ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൽ നോവ വിവേകപൂർണ്ണം ഗ്രേസിനെന്തെങ്കിലും കൈമാറുന്നത് റെൽ കാണുന്നു. അയാൾ ഉടൻ തന്നെ ഇടപെട്ട് അവൾക്ക് ആ മാലിന്യം ആവശ്യമില്ലെന്ന് അവളോട് പറയുന്നു. ഇത് വെറും കഞ്ചാവാണ് എന്ന് ഗ്രേസ് യാദൃശ്ചികമായി മറുപടി പറഞ്ഞു. അവൾക്കൊരു സ്റ്റാളിൽ നിന്നൊരു ടെഡി ബിയറിനെ സമ്മാനമായി ലഭിക്കാൻ വേണ്ടി അത് എറിഞ്ഞ് തന്നോടൊപ്പം വരാൻ റെൽ അവളോട് ആവശ്യപ്പെടുന്നു. പക്ഷെ ഗ്രേസ് അവനെ സൗമ്യമായി നിരസിച്ചു. എപ്പോഴെങ്കിലും അവളേക്കാൾ മികച്ച ഒരാളെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞു. ഗ്രേസ് ഡീനിന്റെ അടുത്തേക്ക് നടന്ന് ഒരു ഗെയിം നിർദ്ദേശിക്കുന്നു. അവൾ വൈക്കോൽ ബെയിൽ മെയ്സിൽ പ്രവേശിക്കും. അവളെ അന്വേഷിക്കുന്നതിനു മുമ്പ് അയാൾ 2 മിനിറ്റ് കാത്തിരിക്കണം. അവൾ മധ്യത്തിൽ ബെല്ലടിക്കുന്നതിനു മുമ്പ് അവളെ കണ്ടെത്തിയാൽ അവൻ വിജയിക്കും. അതേസമയം ക്രിസും എല്ലിയും ഫെസ്റ്റിവലിലെത്തുന്നു. ക്രിസ് റെല്ലിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാൾ വിളിക്കുന്നില്ല. അവർ അവനെ അന്വേഷിക്കുന്നതിനു മുമ്പ് മയക്കുമരുന്ന് വിൽക്കാൻ ശ്രമിക്കുന്ന നോഹ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ക്രിസ് അത്ഭുതത്തോടെ നോക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് അവകാശപ്പെട്ട് നോഹ കത്തി പുറത്തെടുക്കുന്നു. ക്രിസ് കത്തിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് താൻ കൊന്ന ആൺകുട്ടിയെക്കുറിച്ച് അറിയാൻ ആവശ്യപ്പെടുന്നു. അവൾ എന്താണ് സംസാരിക്കുന്നതെന്ന് തനിക്കറിയില്ലെന്ന് നോഹ തറപ്പിച്ചു പറയുന്നു. ക്രിസ് മൂക്ക് മുറിക്കുന്നു. ഒരു മുറിവുണ്ടാക്കുന്നു. മെയ്സിനുള്ളിൽ ഗ്രേസ് പരിഭ്രാന്തരായി ചിരിക്കുന്നു. അവളുടെ പിന്നിൽ ഡീനും സുഹൃത്തും കൗണ്ട്ഡൗൺ കഴിഞ്ഞ് പ്രവേശിക്കുന്നു. മെയ്സിലേക്ക് കൂടുതൽ ആഴത്തിൽ നീങ്ങുമ്പോൾ ആരോ അവളുടെ പേര് വിളിക്കുന്നത് അവൾ കേൾക്കുന്നു. ആദ്യം അത് ഡീനാണെന്ന് അവൾ കരുതുന്നു. പക്ഷെ ഒരു വളവ് തിരിഞ്ഞപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു വൃദ്ധ സ്ത്രീ തന്നെ തുറിച്ചു നോക്കുന്നത് അവൾ കാണുന്നു. ആ സ്ത്രീ പതുക്കെ അവളുടെ പേര് വീണ്ടും വിളിക്കുന്നു. ഗ്രേസ് ഓടുന്നു. മെയ്സിന് പുറത്ത് ക്രിസ് റെല്ലിനോട് ബാക്കിയുള്ളവരെവിടെയാണെന്ന് ചോദിക്കുന്നു. മെയ്സ് ആണെന്ന് തോന്നുന്നു. ഒരു ടെഡി ബിയറിനെ നേടിയ ശേഷം മെയ്സിനുള്ള പ്രവേശന കവാടത്തിൽ റെൽ അവരോടൊപ്പം ചേരുന്നു. അവർ 3 പേരും വേഗത്തിൽ അകത്തേക്ക് വരുന്നു. ഗ്രേസ് ഭ്രാന്തമായി ഡീനിനെ വിളിക്കുന്നു. ഒരു ഭയാനകമായ വൃദ്ധ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മന്ത്രിക്കുന്നു. ഡീൻ ചിരിക്കുന്നു. അത് പ്രേതബാധയുടെ ഭാഗമാണെന്ന് അവളോട് പറയുന്നു. പക്ഷെ ഗ്രേസിന്റെ ഭയം രൂക്ഷമാകുന്നു. ഗ്രേസ് ഫോൺ താഴെയിട്ട് നിലവിളിക്കുന്നു. നിരാശയോടെ അവൾ സമീപത്തുള്ള ഒരു പുൽക്കൊടിയെടുത്ത് വൃദ്ധയുടെ തലയിലേക്ക് വീശുന്നു. ആഘാതം സ്ത്രീയെ വശത്തേക്ക് വീഴ്ത്തുന്നു. പക്ഷെ ഗ്രേസും ശക്തമായി വീഴുന്നു. ഞരങ്ങിക്കൊണ്ട് ഗ്രേസ് സ്വയം പിന്നിലേക്ക് തള്ളിയിടുന്നു. അവൾ അവളുടെ നെറ്റിയിൽ തൊട്ട് കൈവലിച്ചു. അവൾ അടിച്ച വൃദ്ധയെപ്പോലെ രക്തം കണ്ടു. നിമിഷങ്ങൾക്ക് ശേഷം വൃദ്ധ വീണ്ടും എഴുന്നേൽക്കുന്നു. ഗ്രേസ് ഓടുന്നു. മെയ്സിനുള്ളിൽ എവിടെയോ ആഴത്തിൽ ഡീൻ അവളുടെ പേര് ആവർത്തിച്ചു വിളിക്കുന്നു. പക്ഷെ പ്രതികരണമൊന്നുമില്ല. ഗ്രേസ് മെയ്സിലൂടെ ഓടുന്നു. നിരാശയോടെ ഡീനിനെ വിളിക്കുന്നു. വൈക്കോൽ കെട്ടുകൾക്കിടയിൽ ഒരു ഇടുങ്ങിയ വിടവ് അവൾ കാണുന്നു. അതിലൂടെ ഞെരുക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ വൃദ്ധ അവളുടെ തൊട്ടു പിന്നിലാണ്. ആ രൂപം അവളെ പിടികൂടാൻ പാഞ്ഞു. പക്ഷെ ഗ്രേസ് സ്വതന്ത്രയായി മുന്നോട്ട് കുതിച്ചു. ഒടുവിൽ ഗ്രേസ് മെയ്സിന്റെ മധ്യത്തിൽ ബെൽ കാണുകയും അതിലേക്ക് സ്വയം വലിച്ചഴയ്ക്കുകയും ചെയ്യുന്നു. ശക്തി പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രേസ് മണിമുഴക്കുന്നു. ഉച്ചത്തിലുള്ള മുഴക്കം മായാലോകത്തിലൂടെ പ്രതിധ്വനിക്കുന്നു. ഡീൻ, ക്രിസ്, എല്ലി, റെൽ എന്നിവർ ആ ശബ്ദത്തിലേക്ക് ഓടുന്നു. പിന്നീട് വൃദ്ധയായ സ്ത്രീ ഗ്രേസ് ആകാൻ കഴിയില്ലെന്ന് ഡീൻ പറയുന്നു. പക്ഷെ ക്രിസ് സ്ഥിരമായി അവനെ നോക്കി വൃദ്ധയായ സ്ത്രീ ഗ്രേസ് ആണെന്നും അവൾ വാർദ്ധക്യം മൂലം മരിക്കേണ്ടവളാണെന്നും വിശദീകരിക്കുന്നു. അവൾക്ക് 18 വയസ്സായി. ഡീൻ പൊട്ടിത്തെറിക്കുന്നു. ഗ്രേസ് മരണവിസിൽ മുഴക്കിയപ്പോൾ അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നുവെന്ന് എല്ലി അവനെ ഓർമ്മിപ്പിക്കുന്നു. അത് അവരുടെ മരണത്തിന് കാരണമായി. അത് കാണുന്നതായി എനിക്ക് തോന്നുന്നു. ഞാനും അത് കണ്ടിട്ടുണ്ട്. ഡീൻ അതിൽ വിശ്വസിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് പരിഹസിക്കുന്നു.
താൻ വീട്ടിലേക്ക് പോകുന്നുവെന്നും ഗ്രേസ് തന്നെ വിളിക്കുന്നതുവരെ കാത്തിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. തുടർന്ന് ഡീൻ ക്രിസിനെ കുറ്റപ്പെടുത്തുന്നു. അവൾ പട്ടണത്തിലെത്തിയ നിമിഷം മുതൽ എല്ലാ വിചിത്ര സംഭവങ്ങളും ആരർഹിച്ചുവെന്ന് തറപ്പിച്ചു പറയുന്നു. ഡീൻ വിസിൽ മുഴക്കാൻ ഗ്രേസിനെ ധൈര്യപ്പെടുത്തിയ ആളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റെൽ ഇടപെട്ടു. അവൾ മരിച്ചുപോയത് നിങ്ങളുടെ തെറ്റാണ്. ഡീൻ റെല്ലിനെ നിലത്തേക്ക് തള്ളിയിടുകയും തന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഗ്രേസിനെ പോലുള്ള ഒരു പെൺകുട്ടിയുമായി ഒരിക്കലും അവസാനിക്കാനില്ലെന്ന് ശാസിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നു. ആ രാത്രിയിൽ ഡീൻ തന്റെ മുറി കയറി പൂട്ടിയിടുന്നു. പെട്ടെന്ന് മൂലയിൽ രക്തം പുരണ്ട ഒരു രൂപം നിൽക്കുന്നത് അയാൾ കാണുന്നു. പരിഭ്രാന്തനായി അയാൾ ലൈറ്റ് ഓൺ ചെയ്യുന്നു. ആ രൂപം അപ്രത്യക്ഷമാകുന്നു. അച്ഛൻ വാതിലിൽ മുട്ടുന്നു. ഡീൻ പറയുന്നത് താൻ ഒരു പേടി സ്വപ്നം കണ്ടതാണെന്നാണ്. പക്ഷെ അച്ഛൻ വിശ്വസിക്കുന്നില്ല. വീണ്ടും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അയാൾ അവനോട് ചോദിക്കുന്നു. മദ്യപിച്ച് വാഹനമോടിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അത് തന്റെ മരണമാകാമെന്ന് പറയുന്നു. റെല്ലിന്റെ വീട്ടിൽ ക്രിസ് എല്ലിയോട് അവൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നുവെന്ന് ചോദിക്കുന്നു. ഗ്രേസ് തന്റെ ബാല്യകാല പ്രണയമായിരുന്നുവെന്നും അവൻ ഹൃദയം തകർന്നിരിക്കുന്നുവെന്നും എല്ലി വിശദീകരിക്കുന്നു. കനത്ത നിശബ്ദതയ്ക്ക് ശേഷം താൻ ആരോടും പറയാത്ത ഒരു കാര്യം ക്രിസ് ഏറ്റുപറയുന്നു. 1 വർഷം മുമ്പ് അവൾ അമിതമായി കഴിച്ചു. അവളുടെ അച്ഛൻ അവളെ അബോധാവസ്ഥയിൽ കണ്ടെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വഴിയിൽ ഒരു ട്രക്ക് അവരുടെ കാറിൽ ഇടിച്ചു. അവൻ മരിച്ചു. അവൾ രക്ഷപ്പെട്ടു. എല്ലി മൃദുവായി ക്ഷമാപണം നടത്തുന്നു. അച്ഛന്റെ സംഗീതം കേൾക്കുന്നത് അവളെ തന്നോട് അടുപ്പം തോന്നാൻ കാരണമാകുന്നതിനാലാണ് എന്ന് ക്രിസ് പറയുന്നു. പിന്നെ ചിലപ്പോൾ അച്ഛനു പകരം താൻ മരിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നതായി ക്രിസ് സമ്മതിക്കുന്നു. എല്ലി അവളെ ചാരി ചുംബിക്കുന്നു. ക്രിസ് പിന്നിലേക്കു മാറി അത്ഭുതപ്പെട്ട് എല്ലിയെപ്പോലെ മിടുക്കിയോ ഒത്തുചേർന്നവിഴോ അല്ലെന്ന് പറഞ്ഞ് പരിഭ്രാന്തിയോടെ ചിരിക്കുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നു. പക്ഷേ നീയൊരു ക്രിസന്തമമാണ്. ഇത്തവണ ക്രിസ് ചുംബിക്കുന്നു. ടെറസിൽ സ്റ്റീൽ ഫാക്ടറിക്കുള്ളിൽ യന്ത്രങ്ങൾ തന്നെ ചതച്ചുകളയുന്നതായി റെൽ പെട്ടെന്നൊരു ദർശനം കാണുന്നു. പിറ്റേദിനം രാവിലെ 3 പേരും ഐവിയെ സന്ദർശിക്കുന്നു. അവളിപ്പോൾ മരണകിടക്കയിലാണ്. വിസിൽ അവരുടെ ഒരു സുഹൃത്തിന്റെ ജീവൻ അപഹരിച്ചതായി ക്രിസ് അവളോട് പറയുന്നു. അതിനെന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. പുരാതന നാഗരികതകൾ ഒരിക്കൽ അവരുടെ മരണദൈവങ്ങളെ തൃപ്തിപ്പെടുത്താൻ ആത്മാക്കളെ വാഗ്ദാനം ചെയ്തുവെന്നും 1000കണക്കിന് വർഷങ്ങളായി ഇൻജോഗ അവയെ ശേഖരിച്ചുകൊണ്ടിരുന്നുവെന്നും ഐവി വിശദീകരിക്കുന്നു. എല്ലി അതെങ്ങനെ നിർത്താമെന്ന് ചോദിക്കുന്നു. മരണം തടയാനാവില്ലെന്നും ഒരിക്കൽ അത് വിളിക്കപ്പെട്ടാൽ അത് അനുതപിക്കില്ലെന്നും ഐവി മറുപടി നൽകുന്നു. എന്നാൽ അതിന്റെ ഗതി മാറ്റാൻ ഒരു വഴിയുണ്ടെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. മരണമടുക്കുമ്പോൾ അവർ തങ്ങളുടെ രക്തം മറ്റൊരാളിൽ അടയാളപ്പെടുത്തണം. ഇൻജോഗയ്ക്ക് ഒരു പുതിയ ത്യാഗം അർപ്പിക്കണം. പെട്ടെന്ന് ക്രിസ് തന്റെ മരണം സമീപത്ത് നിൽക്കുന്നത് കാണുന്നു. അവസാന ശ്വാസത്തോടെ മരണം ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ജീവിക്കുക എന്നതാണെന്ന് ഐവി മന്ത്രിക്കുന്നു. ത്യാഗത്തിന്റെ ആശയം റെൽ പരിഗണിക്കുന്നു. ക്രിസും എല്ലിയും ഉടൻ തന്നെ അത് നിരസിക്കുന്നു. തന്റെ മരണം താൻ കണ്ടതായി ക്രിസ് സമ്മതിക്കുന്നു. ഭാവിയിൽ അവൾ അമിതമായി കഴിക്കുമെന്ന് തോന്നി. നിരാശയോടെ റെൽ അവരെ ബോധ്യപ്പെടുത്താൻ വീണ്ടും ശ്രമിക്കുന്നു. പക്ഷേ അവർ വീണ്ടും വിസമ്മതിക്കുമ്പോൾ അയാൾ പുറത്തേക്ക് പോകുന്നു. അതേസമയം പെല്ലിംഗ്ടൺ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു വാർത്താ റിപ്പോർട്ട് ഡീൻ കാണുന്നു. തിരിച്ചറിയപ്പെടാത്ത ഒരു വൃദ്ധ സ്ത്രീയുടെ മൃതദേഹം അധികാരികൾ കണ്ടെടുത്തു. അയാൾ ടെലിവിഷൻ ഓഫ് ചെയ്തു. അയാളുടെ കിടപ്പുമുറി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. രക്തം പുരണ്ട അതേ രൂപം അയാൾ വീണ്ടും കാണുന്നു. പുറത്തുനിന്ന് അച്ഛൻ വിളിച്ചു ചോദിച്ചു, സുഖമാണോ എന്ന്. ഡീൻ മറുപടി പറയുന്നില്ല. പകരം ആ ജീവി അകത്തേക്ക് കടക്കുമോ എന്ന് ഭയന്ന് അയാൾ വാതിലടച്ചു. തുറക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ വാതിലിൽ മുട്ടുന്നു. ആ രൂപം അയാളെ സ്പർശിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് ഡീനിന്റെ ശരീരം ഒരു അതിവേഗ അപകടത്തിൽ അകപ്പെട്ടതുപോലെ ശക്തമായി വളയുന്നു. ഒടുവിൽ അവന്റെ മാതാപിതാക്കൾ വാതിൽ തകർത്ത് ആ ഭയാനകമായ കാഴ്ച കണ്ട് അലറുന്നു. പിന്നീട് ക്രിസും എല്ലിയും റെല്ലിന്റെ വീട്ടിലെത്തി. പക്ഷേ അവനെ എവിടെയും കാണുന്നില്ല. അതിനാൽ അവർ ജോലി ചെയ്യുന്ന സ്റ്റീൽ മില്ലിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതേസമയം തോക്കുമായി റെൽ പള്ളിയിലേക്ക് ഇരച്ചുകയറി. നോഹയോട് തന്നോടൊപ്പം വരാൻ അദ്ദേഹം ആജ്ഞാപിക്കുന്നു. പള്ളിമണി മുഴങ്ങുമ്പോൾ റെൽ ഒരു നിമിഷം ശ്രദ്ധ തിരിക്കുന്നു. നോഹ തോക്കെടുത്ത് വെടിവെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മാഗസിൻ ശൂന്യമാണ്. റെൽ ആ നിമിഷം മുതലെടുത്ത് അവനെ ബോധരഹിതനാക്കുന്നു. സ്റ്റീൽ മില്ലിൽ റെൽ നോഹയെ ഒരു കസേരയിൽ കെട്ടിയിടുന്നു. അവൻ മരിക്കാൻ വിധിക്കപ്പെട്ട സ്ഥലം ഇതാണ്, അതിനാൽ നോഹ മരിക്കേണ്ട സ്ഥലം ഇതാണ് എന്ന് അവൻ അവനോട് പറയുന്നു. ഞാൻ 3 തവണ പോകും. നോഹയുടെ രക്തം കൊണ്ട് അടയാളപ്പെടുത്താൻ തയ്യാറെടുക്കുമ്പോൾ റെൽ തന്റെ കൈപ്പത്തി മുറിക്കുന്നു. ഇതെന്തെങ്കിലും ദുർമന്ത്രവാദമാണോ എന്ന് നോഹ പരിഭ്രാന്തിയോട് ചോദിക്കുന്നു. റെല്ലിന്റെ നട്ടെല്ലിലൂടെ വാത്തയുടെ മുഴകൾ മരണം അടുത്തിരിക്കുന്നു. നോഹയെ രക്തം കൊണ്ട് അടയാളപ്പെടുത്താൻ അവൻ നീങ്ങുമ്പോൾ ക്രിസും എല്ലിയും ഓടിയെത്തി നിർത്താൻ ആവശ്യപ്പെട്ടു. വിറയ്ക്കുകയും നിരാശയോടെയും റെൽ വാദിക്കുന്നത് നോഹയെപ്പോലുള്ള ഒരു കൊലപാതകിയായ തെണ്ടി എങ്ങനെ മരിക്കുമ്പോൾ ജീവിക്കുന്നു എന്നാണ്. അവസാനം റെല്ലിനത് സഹിക്കാൻ ധൈര്യമില്ല. അവൻ ആഴ്ചതോറും മന്ത്രിക്കുന്നു, എല്ലാവരും ഒരിക്കൽ മരിക്കണമെന്ന് ഞാൻ കരുതുന്നു.
ആ വാക്യത്തിലെ എന്തോ ഒന്ന് ക്രിസിനെ സ്പർശിക്കുന്നു. അവൾ അവരോട് ഒരു വഴി കണ്ടെത്തിയെന്ന് പറയുന്നു. അവൾ വിശദീകരിക്കുന്നതിനു മുമ്പ് റെല്ലിന്റെ കൈകൾ ഒരു അദൃശ്യയന്ത്രം പിടിച്ച് കീറിമുറിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ പോയി. എല്ലി അവളെ ആശ്വസിപ്പിക്കുമ്പോൾ ക്രിസ് കരയുന്നു. തുടർന്ന് കഠിനമായ ദൃഢനിശ്ചയത്തോടെ മരണം എല്ലിയെ കൊണ്ടുപോകാൻ അവൾ അനുവദിക്കില്ലെന്ന് ക്രിസ് പ്രതിജ്ഞയെടുക്കുന്നു. തുടർന്ന് ക്രിസ് തന്റെ പദ്ധതി പറയുന്നു. മരണത്തെ കബളിപ്പിച്ച് അവർ മരിച്ചു എന്ന് കരുതണം, പക്ഷേ ഹ്രസ്വമായി മാത്രം. എല്ലി തന്റെ പ്രമേഹത്തിനായി സൂക്ഷിക്കുന്ന ഇൻസുലിൻ ക്രിസ് കാണുന്നു. എന്നിട്ട് കുറച്ചു മിനിറ്റ് ഹൃദയം നിർത്താൻ ഇത് മതിയോ എന്ന് ചോദിക്കുന്നു. ഇൻസുലിൻ മാത്രം ഹൃദയസ്തംഭനത്തിന് കാരണമാകില്ലെന്ന് അവൾ ക്രിസിനോട് പറയുന്നു. തുടർന്ന് അവൾ നിർത്തി തനിക്ക് മറ്റൊരാശയമുണ്ടെന്ന് പറയുന്നു. പണി തീർന്നാൽ സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുവരാൻ ക്രിസ് എല്ലിയോട് ആവശ്യപ്പെടുന്നു. ക്രിസ് അകത്തേക്ക് പോകുമ്പോൾ മരണത്തെ മുഖാമുഖം കാണുന്നു. നിമിഷങ്ങൾക്കുശേഷം എല്ലി അകത്ത് കിടന്ന് മരുന്ന് തയ്യാറാക്കുന്നു. ക്രിസ് ഐസ് ബാത്ത് തയ്യാറാക്കുകയും ഡിഫിബ്രിലേറ്റർ തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ എല്ലിക്ക് ആദ്യം കുത്തിവെക്കാൻ ക്രിസ് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ എല്ലി വിസമ്മതിക്കുന്നു. അവൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ക്രിസ് കുഴഞ്ഞു വീഴുന്നു. എല്ലി അവളെ പതുക്കെ ഐസ് വെള്ളത്തിലേക്ക് താഴ്ത്തുന്നു. മരണത്തെ കബളിപ്പിക്കാൻ അവളുടെ ഹൃദയം ദീർഘനേരം നിർത്തി തലച്ചോറിനെ സംരക്ഷിക്കാമെന്ന പ്രതീക്ഷയിൽ. അതേസമയം നോഹ ബോധം വീണ്ടെടുക്കുന്നു. അവൻ തോക്കെടുത്ത് പുറത്തേക്ക് ചാടുന്നു. എല്ലി പുനരുജ്ജീവിപ്പിക്കൽ ആരംഭിക്കുന്നു. അവൾ ഒരു പൾസ് പരിശോധിക്കുന്നു. ഒന്നുമില്ല. അവൾ കംപ്രഷൻ ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോഴും ഒന്നുമില്ല. ക്രിസ് അനങ്ങുന്നില്ല. നോഹ നിർബന്ധിച്ചു തുറക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലി ഷട്ടറിന്റെ പൊട്ടൽ കേൾക്കുന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നു. പക്ഷെ അവൾ നിർത്താൻ വിസമ്മതിക്കുന്നു. പിന്നെ എല്ലി അത് കാണുന്നു. സ്വന്തം മരണം അവളുടെ പിന്നിൽ നിൽക്കുന്നു. അവളെ തുറിച്ചു നോക്കുന്നു. അതേ നിമിഷം ക്രിസ് സ്വന്തം മരണത്തെ മുഖാമുഖം കാണുന്നു. അവർ പോരാടുന്നു. ആ രൂപം അവളെ കീഴടക്കുന്നു. അപ്പോൾ ക്രിസ് ഐവിയുടെ വാക്കുകൾ ഓർക്കുന്നു. മരിക്കുന്നതൊരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് ജീവിക്കുക എന്നതാണ്. അത് നിങ്ങളുടേതാണ്. എല്ലിയുടെ ശബ്ദം മങ്ങിയതാണെങ്കിലും സ്ഥിരമായി അവളുടെ പേര് വിളിച്ചുകൊണ്ട് അവൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യഥാർത്ഥ ലോകത്തിലേക്ക് തിരിച്ചെത്തിയ നോഹ ഇടിമുഴക്കത്തോടെ എല്ലിക്ക് നേരെ വെടിയുതിർക്കുന്നു. വെടിയേറ്റ് അവൾ കരയുന്നു. പക്ഷെ അവൾ ക്രിസിനെ പുനരുജ്ജീവിപ്പിക്കൽ നിർത്തുന്നില്ല. ഒടുവിൽ ക്രിസ് ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നു. എല്ലിയുടെ മരണം ശ്രദ്ധിക്കുന്നു. നോഹ വീണ്ടും തോക്കുയർത്തി. ദൈവത്തിന് എല്ലാവർക്കുമായി ഒരു പദ്ധതിയുണ്ടെന്നും ആവശ്യമുള്ളവരെ മാത്രമേ അവൻ സഹായിക്കുന്നുള്ളൂവെന്നും ക്രിസ് മോചനത്തിന് അതീതനാണെന്നും ആക്രോശിക്കുന്നു. പിന്നെ അവൻ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. പെട്ടെന്ന് തന്റെ മുന്നിൽ നിൽക്കുന്ന വീർത്ത വിചിത്രമായ ഒരു രൂപം അവൻ കാണുന്നു. ഭയങ്കരം. അവന്റെ മുന്നിൽ നിൽക്കുന്നു. ഭയന്ന് അയാൾ അതിനു നേരെ വെടിയുതിർക്കുന്നു. പിന്നെ അവൻ മരിക്കുന്നു. 3 മാസങ്ങൾക്ക് ശേഷം എല്ലിയും ക്രിസും ഔദ്യോഗികമായി ഡേറ്റിംഗ് നടത്തുന്നു. അവർ സഹിച്ചതെല്ലാം സഹിച്ചതിനുശേഷം കൂടുതൽ ശക്തരാണ്. അതേസമയം ആശ എന്ന പുതുമുഖം അവളുടെ ലോക്കർ തുറന്ന് അതിനുള്ളിൽ ഒരു പുരാതന കലശം കണ്ടെത്തുന്നു. ആ ദിവസം പിന്നീട് സ്കൂൾ അസംബ്ലി സമയത്ത് വയലിനിൽ ദേശീയഗാനം ആലപിക്കുന്ന പുതിയ വിദ്യാർത്ഥിനിയായി ആശയെ പരിചയപ്പെടുത്തുന്നു. അവൾ മൈക്രോഫോണിലേക്ക് കയറി വിസിലുയർത്തി ഊതുന്നു. അതോടുകൂടി നമ്മുടെ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്നും അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ എക്സ്പ്ലെയിനിന് എന്തെങ്കിലും തരത്തിൽ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഞാനത് ഉടനെ തന്നെ സോർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ഏത് മൂവിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നും കമന്റ് ബോക്സിലിടാം. അത്രയുള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.